ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുജിത ബൈജു കൊണ്ടോട്ടി. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ ഒക്കെ. അപ്പം ഞാനിന്ന് വൈകുന്നേരം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മളിതാ ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട്, വെള്ളം ചൂടുവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാട്ടുന്നത്. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല ചപ്പാത്തി നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് തോന്നി കുറച്ച് പൂവാടയും കൂടെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം ഞാൻ ഈ മാവൊക്കെ നമ്മൾ നന്നാക്കി വാട്ടിയെടുത്തതുപോലെ ഉരുളകളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഉരുളകളാണുള്ളത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ മോണ്ടെ അടുപ്പിൻ്റെ ബാക്കിൽ തന്നെ അവൻ കയറിയിരിക്കണ്ടേ. അപ്പം അവനിതൊക്കെ ഇങ്ങനെ കാണണം. അപ്പം ഞാനിതാ ചപ്പാത്തി കല്ല് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമ്മൾ ഒരു പലകേൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പം നമ്മൾ തേങ്ങ ചിരകിയിട്ടുണ്ട്, അതിലേക്ക് ശർക്കരയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത് പൂവാടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ച് എടുക്കുക. അപ്പോൾ മോട്ടൻ പറഞ്ഞ് ഞാൻ പരത്താന്ന്. അപ്പോൾ ഓന് കഴിയില്ല, എന്നാലും ഓൻ പറഞ്ഞതാണ് ഞാൻ പരത്താന്ന്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മാവ് ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ കഴിയുന്നത് മാക്സിമം വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ വട്ടത്തിൽ പരത്തി നമ്മൾ കുറച്ചധികം ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് കേട്ടോ മാവ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊക്കെ പരത്തി തുടങ്ങി, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് നമ്മൾ മാവ് ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ പൂവാട ഉണ്ടാക്കുന്നതിന് ചപ്പാത്തി പോലെ പരത്തിയതിന് ശേഷം അതിൽ ശർക്കരയും തേങ്ങയും ജീരകമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടാട്ടോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മോട്ട എന്തായും ചോദിച്ച് വന്നതാണ്. അപ്പം ഞാൻ വേഗം ഇത് ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചുടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു 5-6 ഉണ്ടാക്കിയിട്ടുള്ളേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ 2 വെച്ചിട്ടാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ബാക്കി ചപ്പാത്തി ചുട്ടെടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നവരാണോ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ചുട്ടെടുക്കാൻ പോവുകയാണ്. പിന്നുള്ള കാലാവസ്ഥ കേട്ടോ, നല്ല ചൂടാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലോ നിൽക്കാനേ പറ്റില്ല കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര ചൂടാണ് സന്ധ്യ കൊണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള പണികൾ കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക ബാക്കിയുള്ള പണികളിലേക്കൊക്കെ നീങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അടുപ്പിൻ്റെ അടുത്തുള്ള ചൂടാണ്. കാരണം വൈകുന്നേരം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തി ഉപ്പുമാവ് അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ? നമ്മളും ഇങ്ങനെ തന്നെയാണോ? എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? എന്നെപ്പോലെ തന്നെയാണോ? എന്തായാലും നമ്മൾ വൈകുന്നേരം ഇതുപോലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ പുകയും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുകഞ്ഞ് വരുന്നുണ്ട്. നല്ല സൈഡൊക്കെ ഒന്ന് വേവാനായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇത് ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ചുട്ടെടുത്തിട്ടോ. നല്ല പൂവാടയായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ചുട്ടെടുക്കും തോറും ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട് കേട്ടോ. കാരണം മക്കൾ ചൂടോടെ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് കഴിക്കും. അപ്പോൾ ബാക്കി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തി കല്ലിൽ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആക്കിയിട്ട് നല്ല ബോള് പോലെ പൊങ്ങി വരും. നമ്മൾ അടുപ്പത്ത് വെച്ച് വാട്ടാനൊന്നുമില്ല, നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ തന്നെ നല്ല ചപ്പാത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ വൈകുന്നേരത്തെ ഓരോ ജോലികൾ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വിളക്ക് വയ്ക്കാനായിട്ടില്ലേ. കുട്ടികൾ വിളക്ക് വയ്ക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ വിളക്ക് വയ്ക്കും, സിറ്റൗട്ടൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ നമ്മുടെ പൂ പോലെ നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ ചപ്പാത്തി തട്ട ചൂടുള്ള ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ചപ്പാത്തി വേണ്ടവർക്കൊന്ന് കൈ പൊക്കുക. ഓക്കെ. അപ്പോൾ രാത്രി നിങ്ങളും ചപ്പാത്തി തന്നെയാണോ കഴിക്കുന്നത്? നമ്മളിതാ ചുട്ടെടുത്ത പൂവാട കേട്ടോ. ഇതിലാവശ്യമുള്ളവർ ഒന്ന് എടുത്തോളൂ. അപ്പം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ രുചിയും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും ഇടാറുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സി യു.